നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാറ്റേൺ സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ബേസിക് ലെവലിൽ പാറ്റേൺ സ്റ്റിച്ച് 2 ടൈപ്പ് നമുക്ക് പഠിക്കണം. 2 ടൈപ്പും കണ്ടാൽ ഒരുപോലാണ്, സ്റ്റിച്ചിങ്ങിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആദ്യം ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്ത് കാണിക്കാം. അതിനുശേഷം നമുക്ക് ഇമേജ് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഈ ട്രയാങ്കിൾ ഷേപ്പിനുള്ളിലായിട്ട് ഞാൻ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻസ് ആണ് വരയ്ക്കുന്നത്. ഈ ലൈൻസ് എല്ലാം സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പാറ്റേൺ സ്റ്റിച്ച് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ കോർണറൊക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതെല്ലാം നമ്മൾ ക്ലാസ് 3ൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അതുപോലെ സെറി ത്രെഡിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്നതൊക്കെ നമ്മൾ ക്ലാസ് 11ൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് 3യും ക്ലാസ് 11ഉം റെഫർ ചെയ്താൽ മതി കേട്ടോ. ഇനി നിങ്ങളിവിടെ ചെയിൻ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ ചെയിനും ചെറിയ ചെയിനുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ക്ലാസ് 4ൽ പഠിച്ചില്ലേ ക്രീപ്പിംഗ് ചെയിൻ സ്റ്റിച്ച്, സെയിം അതേപോലെ ചെറിയ ചെയിനുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെയിനായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. എങ്കിലേ സ്റ്റിച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കത്തുള്ളൂ. ഇനി നമ്മൾ ഉള്ളിൽ ഈ വരച്ചിരിക്കുന്ന ഹൊറിസോണ്ടൽ ലൈനില്ലേ, ഈ ലൈനിലാണ് പാറ്റേൺ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്ന ചെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ആ ചെയിനിനോട് ചേർന്ന് ഇതേപോലെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാനൊന്ന് ഡ്രോ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പം ഞാൻ മാർക്ക് ചെയ്തില്ലേ, സെയിം അതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കോർണറിൽ നിന്ന് നീഡിൽ കുത്തി ത്രെഡ് എടുക്കാം. ഇനി സെൻറ്ററിൽ ആ മുകളിലേക്ക് വരച്ചിട്ടില്ലേ, അവിടെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ആ ചെയിനിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് ആ സെൻറ്റർ പോയിൻറ്റിൽ ഒരു ലോക്ക് സ്റ്റിച്ച്, വീണ്ടും സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ എൻഡ് നോട്ടും കൊടുക്കണം. പാറ്റേൺ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലൈൻ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ലൈനും ഇതേപോലെ കോർണറിൽ നിന്ന് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. സെക്കൻഡ് ലൈന് കോർണറിൽ നിന്ന് നമുക്ക് നീഡിൽ കുത്തി ത്രെഡ് എടുക്കാം. അതിനുശേഷം ആ മുകളിലത്തെ ലൈനിൻ്റെ ഫസ്റ്റ് ചെയിനില്ലേ, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ആ മുകളിലത്തെ ലൈനിൻ്റെ ഫസ്റ്റ് ചെയിൻ കണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ താഴെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇനി മുകളിലേക്ക് ആ ഫസ്റ്റ് ചെയിൻ എടുത്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിലിനെ റിവേഴ്സ് കൊണ്ടുവന്ന് താഴെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ലോങ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. മുകളിലെടുത്ത് ആ ഒരു ചെയിനിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് എൻഡ് നോട്ടും കൊടുക്കുക. ഇവിടെ ഓരോ ലെയറും സ്റ്റിച്ച് ചെയ്യുമ്പം ഓരോ ഹൊറിസോണ്ടൽ ചെയിൻ ഇല്ലേ, ഓരോ ലെയറിൻ്റെയും ആ ഹൊറിസോണ്ടൽ ചെയിനിൻ്റെ സെൻറ്ററിലായിട്ടാണ് താഴത്തെ ലെയറിൻ്റെ വെർട്ടിക്കൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. സെക്കൻഡ് ലെയറിൻ്റെ ആ ചെയിനിൻ്റെ സെൻറ്ററിലായിട്ടാണ് താഴത്തെ വെർട്ടിക്കൽ ലൈൻ വരുന്നത്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് 2 ലെയർ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ലേ സ്റ്റിച്ച് ചെയ്തത്, ഇതേപോലെ നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഈ വെർട്ടിക്കൽ ചെയിൻ കൊടുക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഫസ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്യുമ്പം കുറച്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ചെയിൻ കുറച്ച് വലുതായിട്ട് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ എൻഡ് നോട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എൻഡ് നോട്ട് നമ്മുടെ ഒരു ഔട്ട്ലൈൻ ചെയിനിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ചെറിയ എൻഡ് നോട്ട് വേണം കൊടുക്കാൻ. ഒന്നുകിൽ ഔട്ട്ലൈൻ ചെയിനിൻ്റെ ഉള്ളിൽ കൊടുക്കുക, അതല്ലെങ്കിൽ അതിനോട് ചേർന്ന് കൊടുക്കുക. ഔട്ട്ലൈനിൻ്റെ വെളിയിൽ പോകാൻ പാടില്ല കേട്ടോ. അടുത്ത ലെയർ നമുക്കൊന്ന് വരച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആ മുകളിലത്തെ ലൈനിൻ്റെ ചെയിൻ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് താഴത്തെ വെർട്ടിക്കൽ ചെയിൻ സ്റ്റിച്ച് വരണം. വരച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് എപ്പോഴും ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ബോക്സും കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്തോ കേട്ടോ. ഇവിടെ നമ്മൾ സെയിം ബട്ടൺ ഹോൾ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് ഈ സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് 17 റെഫർ ചെയ്താൽ മതി. അതുപോലെ ഞാനിവിടെ സെറി ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റിച്ചൊന്ന് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സെറി ത്രെഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെറി ത്രെഡിൽ പ്രാക്ടീസ് ചെയ്തിട്ട് സിൽക്ക് ത്രെഡ് പ്രാക്ടീസ് ചെയ്താലും മതി. അതല്ല സിൽക്ക് ത്രെഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സിൽക്ക് ത്രെഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ലാസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ലാസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഹൊറിസോണ്ടൽ ചെയിൻ സ്റ്റിച്ച് ആ ഔട്ട്ലൈനിനോട് ചേർന്ന് തന്നെ വരും കേട്ടോ.
ഇവിടെ ഹോറിസോണ്ടൽ ലൈൻസും വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ബിഗിനേഴ്സിനൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഹോറിസോണ്ടൽ ലൈനും വരച്ചത്. കാരണം കറക്റ്റായിട്ട് ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഹോറിസോണ്ടൽ ലൈനും വരച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത്. പാറ്റേൺ സ്റ്റിച്ച് ഇത്രയേ ഉള്ളൂ. മുകളിലത്തെ ഹോറിസോണ്ടൽ ചെയിനിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ വെർട്ടിക്കൽ ചെയിൻ വരണം. അതുപോലെ ആ ഹോറിസോണ്ടൽ ചെയിനിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് വെർട്ടിക്കൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെയും ലാസ്റ്റ് ആ ഒരു കോർണർ എത്തുമ്പോൾ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുക. ലാസ്റ്റ് ചെയിൻ കൊടുത്ത് വേണം കേട്ടോ ഫിനിഷ് ചെയ്യാൻ. ബിഗിനേഴ്സിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത്രയും വലിയ ബോക്സിൽ ചെയ്ത് കാണിച്ചത്. നമ്മൾ ഇനിയിപ്പം ഫിഗർ ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ പാറ്റേൺ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൽ എങ്ങനെ പാറ്റേൺ സ്റ്റിച്ച് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലവർ ട്രേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും മതി. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ പിക്ചർ ട്രേസ് ചെയ്താലും മതി. ആദ്യം നമുക്ക് ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യാം. ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഫ്ലവർ ഡ്രോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. സെൻറ്ററിൽ ആ ഒരു റൗണ്ട് ആദ്യം ഫില്ല് ചെയ്യുക. അതിനുശേഷം ഓരോ പെറ്റൽസായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ക്ലോത്ത് ടൈറ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യണം. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ക്ലോത്ത് ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഫ്ലവർ ഡിസൈൻസ് ഒക്കെ ഔട്ട്ലൈൻ കൊടുത്തു കഴിയുമ്പോൾ ആ ഉള്ളിലെ തുണി ഇങ്ങനെ പൊങ്ങിയിരിക്കും. കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ക്ലോത്ത് എപ്പോഴും ടൈറ്റായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്യാവൂ. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഫുള്ള് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പെറ്റൽസായിട്ട് പാറ്റേൺ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വരച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ഗ്യാപ്പ് അധികം കൊടുക്കുന്നില്ല. മുകളിൽ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമായതുകൊണ്ടാണ് കേട്ടോ ബോക്സ് വലുതായിട്ട് കൊടുത്തത്. ഇവിടെ ചെറുതായിട്ട് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ആ ലൈൻസ് വരച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് കാണുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടില്ല. ഏറ്റവും മുകളിൽ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ കോർണറിൽ നിന്ന് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇനി മുകളിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച്, വീണ്ടും സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച്, മുകളിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച്. ഇവിടെ ഓരോ ബോക്സ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ച് കാണുമല്ലോ. ഞാൻ ചെറിയ ബോക്സുകളായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിലേക്ക് ആ വെർട്ടിക്കൽ ചെയിൻ എടുക്കുമ്പോൾ ആ പെറ്റലിൻ്റെ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ചെയിനിൻ്റെ ലെന്ത് ചെയ്യുന്നത്. ആ പെറ്റലിൻ്റെ മുകൾ വശത്തെ കർവ് അനുസരിച്ച് ആ ഒരു വെർട്ടിക്കൽ ചെയിനിൻ്റെ ലെന്തിൽ വ്യത്യാസം വരും. അതുപോലെ ആ ഒരു ലൈനിൻ്റെ എൻഡിൽ നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചും കൊടുത്ത് എൻഡ് നോട്ടും കൊടുക്കണം. ഇനി സെക്കൻഡ് ലെയർ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ആ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ ഹൊറിസോണ്ടൽ ചെയിനിൻ്റെ തൊട്ട് മുകളിലായിട്ട് സെൻറ്ററിൽ നമ്മുടെ താഴത്തെ ലെയറിൻ്റെ വെർട്ടിക്കൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. കോർണറിൽ നിന്ന് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം മുകളിലത്തെ ചെയിനിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് മുകളിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. സൈഡിലേക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. മുകളിലത്തെ ചെയിനിൻ്റെ മുകളിലായിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് നീഡിൽ റിവേഴ്സ് കൊണ്ടുവന്നു താഴെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇതേ രീതിയിൽ ഫുള്ള് നമുക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്യാം. ഈ സ്റ്റിച്ച് നമ്മളൊരു ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഫില്ല് ചെയ്യാൻ, അതുപോലെ പീക്കോക്ക് ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ ഫെദർ നമ്മൾ വലുതായിട്ടൊക്കെ വരയ്ക്കില്ലേ, അപ്പോൾ ആ ഫെദർ ഫില്ല് ചെയ്യാൻ, അതുപോലെ ഫുള്ള് ഫില്ല് ചെയ്യേണ്ട നമുക്കൊരു നെറ്റ് ഇമേജ് ആണ് വേണ്ടുന്നത്. അതായത് കുറച്ച് ക്ലോത്ത് കാണുന്ന രീതിയിലാണ് ഫില്ലിങ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാം. ഒരു ബട്ടർഫ്ലൈ ഡിസൈനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫെദേഴ്സ് വേണമെങ്കിൽ ഈ സ്റ്റിച്ച് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മൾ മുകളിൽ ചെയ്ത അത്ര വലിപ്പത്തിലല്ല താഴെ ബോക്സുകൾ ചെയ്തിരിക്കുന്നത്. താഴെ ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഒരുപാട് വലിപ്പത്തിൽ കൊടുക്കാതെ ഇതേപോലെ ചെറിയ ബോക്സുകളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഭംഗി. ഇനിയും വലിയ ബോക്സുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ബേസിക് ലെവലിൽ നമുക്ക് ഈ ഒരു മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ താഴെ കുറച്ച് ഭാഗം മാത്രമല്ലേ താഴെ വരുന്നുള്ളൂ. രണ്ട് സൈഡും ഇതുപോലെ സ്ലാൻറ്റിങ്ങിലും അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഇടയ്ക്കലത്തെ ലൈൻ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഹോറിസോണ്ടൽ ചെയിൻ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഹോറിസോണ്ടൽ ചെയിൻ കൊടുക്കാനുള്ള സ്പേസ് അവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹോറിസോണ്ടൽ ചെയിൻ കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ മതി.
ലാസ്റ്റിൽ വീതി കുറവായതുകൊണ്ട് ആ ഒരു സ്റ്റിച്ചുകളെല്ലാം അടുപ്പിച്ചിരിക്കും. ഏത് ഷേപ്പിൽ നമ്മൾ പാറ്റേൺ സ്റ്റിച്ച് കൊണ്ട് ഫില്ല് ചെയ്താലും ഇതുപോലെ വീതി കുറഞ്ഞ സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്ക് സ്റ്റിച്ച് അടുപ്പിച്ച് വരും കേട്ടോ. ലാസ്റ്റിലെ ചെയിൻ എടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഇതേപോലെ എല്ലാ പെറ്റൽസും നമുക്ക് ഫില്ല് ചെയ്യണം. ലീഫ് ഫില്ല് ചെയ്യണമെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് വരച്ചിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. വരയ്ക്കാതെ വേണമെങ്കിലും ഫില്ല് ചെയ്യാം. പക്ഷേ അത് കുറച്ച് നമുക്ക് പ്രാക്ടീസ് ആയതിന് ശേഷം വരയ്ക്കാതെ ഫില്ല് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പ്രാക്ടീസ് ആവുന്നിടം വരെ നിങ്ങൾ വരച്ച് തന്നെ ഫില്ല് ചെയ്യാൻ നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ഫ്ലവർ ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറിയ ബോക്സുകളായിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചെറിയ ബോക്സുകളായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറിയ ബോക്സുകളായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ എല്ലാം ഒരേ സൈസിൽ തന്നെ ആയിരിക്കണം കേട്ടോ. അത് നമ്മൾ ആ ലൈൻ വരയ്ക്കുമ്പോൾ അതനുസരിച്ച് ലൈൻ വരച്ചാൽ മതി. അപ്പോൾ ആ ബോക്സുകളിൽ നമുക്ക് കൃത്യം എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടും. ലൈൻ വരയ്ക്കുന്ന ഡിസ്റ്റൻസ് വ്യത്യസ്തമാണെങ്കിൽ ബോക്സുകളും വ്യത്യസ്തമായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഫ്ലവർ ഫില്ല് ചെയ്ത പോലെ തന്നെ നമുക്ക് ലീഫും ഫില്ല് ചെയ്യാം. ലീഫും ഞാൻ ചെറിയ ബോക്സുകളായിട്ട് തന്നെയാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. നമുക്ക് വലിയ ബോക്സുകളായിട്ട് വേണമെങ്കിലും ലീഫ് ഫില്ല് ചെയ്യാം. ഈ സ്റ്റിച്ച് നമ്മൾ ബ്ലൗസിലോ സ്ലീവ്സിലോ ഒന്നും ബോർഡറായിട്ട് യൂസ് ചെയ്യാറില്ല. ഇതുപോലുള്ള ഇമേജസ് ചെയ്യുമ്പോൾ അതിന് ഫില്ലിംഗ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഫുള്ള് പിക്ചർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സെൻറ്ററിൽ ഞാൻ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4mm ബീഡും അതിന് ചുറ്റുമായിട്ട് ഷുഗർ ബീഡ്സും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പാറ്റേൺ സ്റ്റിച്ചിൻ്റെ മെത്തേഡ് 1 ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി മെത്തേഡ് 2 നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്